ഗുഡ് മോർണിംഗ്, നമസ്തേ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബസന്ത് മേരെ ഗൗക്ക എന്ന ലേഖ് പഠിച്ചു. അതിൽ മുകേഷ് നൗട്ടിയാൽ എന്ന ആളാണ് എഴുതിയിരിക്കുന്നത് എന്നും പറഞ്ഞു. വസന്തകാലത്തിൻ്റെ ആരംഭം പറഞ്ഞു. ആരംഭത്തോടനുബന്ധിച്ച് നടത്തുന്ന കുട്ടികളുടെ ഉത്സവമായ ഫൂൾ ഡേ എന്നുള്ള ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞു. അതെങ്ങനെ നടത്തണേ എന്ന് പറഞ്ഞു. അതിനോടൊപ്പം കുട്ടികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മുതിർന്നവരെന്താ ചെയ്യണേ എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ ഉത്തരാഖണ്ഡിലൊരു വലിയ കുട്ടികളുടെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഫൂൾ ദേയി എന്നാണ് ഇതുവരെ പറഞ്ഞു നിർത്തിയ ഭാഗം. അപ്പോൾ ഇനി അടുത്ത ഭാഗം. बसंत की गुनगुनी धूप जब दोपहरी में तपाने लगते हैं तब ऊंचे हिमालय शिखरों पर बुरांस चटकने लगते हैं. बुरांस के फूल पहाड़ों पर शानदार लालिमा बिछा देते हैं. बसंत की गुनगुनी धूप, വസന്തകാലത്തിൻ്റെ ഇളം ചൂട്, ഗുൻഗുനി ഇളം എന്നൊക്കെ നേരിയ എന്നൊക്കെ അർത്ഥം. ഇളം വെയില് ദോപഹരി ഉച്ചയാകുമ്പോൾ, ഉച്ചയ്ക്ക് ശേഷമായ, അപ്പോൾ രാവിലെ നല്ല ഇളം വെയിലായിരിക്കും. ഉച്ചയായി കഴിഞ്ഞാൽ ചൂടിൻ്റെ അവസ്ഥ എന്താ? തപ്പാനയിലെത്തി ചുട്ടുപൊള്ളുന്ന വെയിലാണ് അനുഭവപ്പെടുക. തപ്പ ഊഞ്ചെ ഹിമാലയ ശിഖരപ്പുറം, അപ്പൊ ഹിമാലയത്തിന്റെ ആ അറ്റത്ത് കൊടുമുടികളിൽ ബുരാസ് ചടക്കരയിലെത്തി. ബുരാസ് എന്ന പൂവ്, ഹിമാലയത്തിന്റെ ശിഖരങ്ങളിൽ ബുരാസ് എന്ന ചുവപ്പ് നിറമുള്ള പൂക്കൾ വിരിയാനായിട്ട് തുടങ്ങും. ബുരാസ് കെ ഫൂൽ പഹാടം പർ ശാന്താർ ലാലിമ ബിച്ചാ ദേത്തെ ഹേ. പൂവിന്റെ നിറം നല്ല റെഡിഷ് നിറമാണെന്ന് പറഞ്ഞു. ലാലിമ ശോഭ എന്നർത്ഥമുണ്ട്. നല്ല ചുവപ്പ് നിറമായതുകൊണ്ട് ശാന്താർ, നല്ല രസമുള്ള ചുവന്ന നിലത്തിലായിട്ട് ആ പൂക്കൾ മുഴുവനും ആ പർവ്വത പ്രദേശത്തിലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ബുരാസ് എന്ന പൂവ് എന്താണ്. മകർ സംക്രാന്തി സേ തപ്താ സൂരജ് അബ് നന്ദാ പർവ്വത് സേ ചൗക്കമ്പ പർവ്വത് കി ഓർ ബഡ്നെ ലഗ്താ ഹൈ. മകരസംക്രമത്തിന് ശേഷം തപ്താ സൂരജ്, ആ മകരസംക്രമത്തിലുള്ള ചുട്ടുപൊള്ളുന്ന സൂര്യൻ, തപ്തമെന്ന കഠിനമായ ചൂടുള്ള, ശക്തിയായ ചൂടുള്ള അർത്ഥം. അപ്പൊ നന്ദാ പർവ്വത് സേ ചൗക്കമ്പ പർവ്വത് കി ഓർ ബഡ്നെ ലഗ്താ ഹൈ. അപ്പൊ പഞ്ചാചുലി എന്ന പ്രദേശത്തു നിന്നാണ് നന്ദാപർവ്വതത്തിലേക്ക് വരുന്നതും ആ സമയത്താണ് നമ്മുടെ അവിടെ എന്ത് ബസന്തകാലം ആഘോഷിക്കുന്നതും എന്ന് പറഞ്ഞു. ഇനി അവിടെ നിന്നും സൂര്യൻ മകരസംക്രാന്തി നന്ദാപർവ്വതത്തിൽ നിന്നും സേ ചൗക്കമ്പ പർവ്വത് കി ഓർ ബഡ്നെ ലഗ്താ ഹൈ, നന്ദാപർവ്വതത്തിൽ നിന്നും ചൗക്കമ്പ പർവ്വതത്തിലേക്ക് പോകുന്നു. ചൗക്കമ്പ പർവ്വതം എന്താന്ന് പറഞ്ഞല്ലോ? 4 ശിഖരങ്ങൾ കൂടിയതാണ് ചൗക്കമ്പ. ഗംഗമേ പാനി കി ധാര തേസ് ഹോ ജാതി ഹേ. അപ്പൊ ശക്തിയായി ചൂടാന്ന് പറഞ്ഞു. ഹിമാലയത്തിലെ മഞ്ഞൊക്കെ ഉരുകി തുടങ്ങുണ്ടാവും. ആ സമയത്ത് ഗംഗാമേ പാനി കി ധാര, ധാര ഒഴുക്ക്, തേസ് ഹോ ജാതി ഹേ, തേസ് ശക്തിയാവുക. അപ്പോൾ നല്ല ശക്തിയായിട്ട് മഞ്ഞൊക്കെ ഉരുകി ഗംഗാനദിയിലെ ഒഴുക്കിന് ശക്തി കൂടുന്നു പറഞ്ഞു. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे पशुचारक वापस घरों को लौटने लगते हैं. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे. തണുപ്പ് പ്രദേശമായി കഴിഞ്ഞ, തണുപ്പായി കഴിഞ്ഞാൽ ബർഫീല പറഞ്ഞാൽ മഞ്ഞു നിറഞ്ഞിരിക്കുന്ന ഇലാക്ക പ്രദേശം. നിച്ചിലെ ഇലാക്കോമേ ഉത്തരെ, മഞ്ഞു നിറഞ്ഞു കഴിഞ്ഞാൽ അവരെ താഴേക്ക് ഇറങ്ങി വരും. പശുചാരക് വാപ്പസ് ഘരം കോലൗട്ടിലെ, അപ്പൊ മഞ്ഞൊക്കെ നന്നായിട്ടുള്ള സമയം കഴിഞ്ഞ് മഞ്ഞൊക്കെ ഉരുകി താഴേക്ക് ഇറങ്ങൂലോ, അപ്പൊ ശക്തിയായി ചൂടാന്ന് പറഞ്ഞു. ആ സമയമായി കഴിഞ്ഞാൽ ഇവരെ നിച്ചിലെ ഇലാക്കോമേയും, താഴെയുള്ള പ്രദേശങ്ങളിലേക്ക് തിരിച്ചു വരും. എങ്ങനെ തിരിച്ചു വരുമ്പോ എങ്ങനെ? വാപ്പസ് ഘരോം കോ ലൗട്ടിലേക്ക്, തിരികെ തങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു കാഴ്ച. മഹീനോ തക് ചലേ ഫൈലെ ചരാഗാഹോ घने जंगलों और अनजान बस्तियों में भटकने के बाद अपने घर लौटने की खुशी में उत्सव का माहौल रच देती है. മഹീനോ തക് ഫൈലെ ചരാഗ, ഫൈലെ എന്ന പരന്നു കിടക്കുന്ന, ചരാഗ എന്ന മേച്ചിൽ പ്രദേശം എന്ന് പറയും. മാസങ്ങളോളമായിട്ട് ഇവരെ ആ മേയാനായിട്ട് മൃഗങ്ങളെയും കൊണ്ട് ഈ മേച്ചിൽ പ്രദേശങ്ങളിലേക്ക് പോകും. അവിടേക്ക് മാത്രമാണോ? അല്ല, ഘനേ ജംഗലും, കൊടുങ്കാടുകളില്, അഞ്ചാൻ ബസ്തിയാം, അറിവില്ലാത്ത എന്നർത്ഥം, ബസ്തി തെരുവുകള്, ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ഭട്ടക്കിനേക്ക് ബാലം തിരിഞ്ഞ് നടന്ന് മൃഗങ്ങളെയൊക്കെ മേച്ച് ഇങ്ങനെ മാസങ്ങളോളം വീട് വിട്ട് നിന്ന് ഈ ഒരു സമ്പ്രദായമാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അപ്പനെ ഘർ ലൗട്ട്നേക്ക് ഖുഷി, തിരികെ തങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഖുഷി ഉത്സവ് കാ മാഹോൽ, ആ സന്തോഷം ഉത്സവ് കാ മാഹോൽ രചിച്ചെത്തി, ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ്, ഒരു അന്തരീക്ഷമാണ് അവിടെ നമുക്ക് കാണാനായിട്ട്
സാധിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഉത്സവക്ക മാഹോൽ എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന്റെ പ്രതീതി നമുക്കവിടെ അനുഭവപ്പെടും. അപ്പൊ അത്രയും സന്തോഷമാണ് അവിടെ വീട്ടുകാർക്കൊക്കെ. ഇത്രയും കാലം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് ആൾക്കാർ വരുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യം അവിടെ കാണാം. ഇനി ആ സന്തോഷം എങ്ങനെയാ ആഘോഷിക്കുന്നത്? വേ ഗീത് ഗാത്തെ ഹേ നാച്തെ ഹേ, പാട്ടുപാടുക, നൃത്തം ചെയ്യുക ഒക്കെ ചെയ്യും. പശുചാരകോं के साथ उनकी भेड़ बकरियां घोड़े गच्चर और कुत्ते भी होते हैं. ഇനി ഇവരുടെ കൂടെ എന്താ ഈ പശുചാരകം പറഞ്ഞാൽ ഇങ്ങനെ മൃഗങ്ങളെ മേയിച്ച് നടക്കുന്ന ആൾക്കാരുടെ കൂടെ എന്തൊക്കെ ഉണ്ടാവുക? എനിക്ക് ഭേഡ് ബക്കരിയ, ഭേഡ് പറഞ്ഞാൽ ചെമ്മരിയാട്, ബക്കരി ആട്. അപ്പോൾ അധികം നല്ല രോമാവൃതമായ ശരീരമുള്ള ആളുകളാണ്. അവർക്ക് നമുക്ക് ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ള ആടുകൾ ഉണ്ടായിരിക്കും. ഘോഡെ കുതിരകളുണ്ടാവും. ഗച്ചർ കോവർക്കഴുതാൻ പറയും. അതുപോലെ കുത്തേബി ഹോത്തേഹെ നായ്ക്കളുണ്ടാവും. അപ്പോൾ അത് ട്രെയിൻഡ് ആയിട്ടുള്ള നായ്ക്കളായിരിക്കും കേട്ടോ. ഈ മൃഗങ്ങളെയൊക്കെ വളർത്തും കൊണ്ടുപോയി നടക്കുമ്പോൾ മറ്റു മൃഗങ്ങളിൽ നിന്നും ഇവയെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉതകുന്ന അത്രയും ശക്തിയുള്ള അല്ലെങ്കിൽ കഴിവുള്ള നായ്ക്കളായിരിക്കും കൂടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള നായ്ക്കളും ഒക്കെ ആയിട്ടാണ് ഇവരെ തിരികെ വരുന്നത്. രാസ്തേമേ ആനെ വാലെ ഗാവോं से उनका लेन देन भी होता रहता है. ഇനി അവർ തിരികെ വരുന്നുണ്ട്. തിരികെ വരുമ്പോൾ എന്താ? ലേൻദേൻ. ലേൻദേൻ കൊടുക്കലും വാങ്ങിക്കലും, കച്ചവടം എന്ന് പറയും. അവര് തിരികെ വരുന്ന വഴിയിലെ ഗ്രാമങ്ങൾ, പല ഗ്രാമങ്ങളിലൂടെയാണ് അവർ തിരികെ വരുന്നത്. ആ വഴിക്കുള്ള ഗ്രാമങ്ങളിലെ ചില കച്ചവടങ്ങളും ചെയ്യുന്നുണ്ട്. എന്താ കച്ചവടം? വേ ജാനവरों के साथ साथ कीड़ा जड़ी करण और चुरू जैसी दुर्लभ हिमालयी जड़ी व औषधियां भी बेचते हैं. എന്താ കച്ചവടം ചെയ്യണേ? കീടാജടി. കീടാജടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വേരാണ്, ഔഷധ ഗുണമുള്ളതാണ്, നല്ല വിലയാണ് അതെന്ന് പറയുന്നുണ്ട്. അവര് അപ്പൊ വരുന്ന വഴിക്ക് ഔഷധ സസ്യങ്ങളും അങ്ങനെയുള്ള വേരുകളും ഒക്കെ അവർ ശേഖരിച്ചു കൊണ്ടുവരും. അതുപോലെ കരൺ, ചുരു, ഇതൊക്കെ ദുർലഭമായി കാണുന്ന ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ കാണുന്ന ഔഷധ മൂല്യമുള്ള ചെടികളും വേരുകളും ഒക്കെയാണ്. അങ്ങനെയുള്ള വേരുകളും ബേച്ച്തേഹേ, ഔഷധ ഗുണമുള്ള സാധനങ്ങൾ അവരെ ആണ് ഈ കൊടുക്കുന്നത് എന്ന് പറയുന്നു. इन गांवों से उनका सदियों का रिश्ता है, इसलिए उसी वक्त पूरी कीमत चुकाना जरूरी नहीं होता. इन गांवों से उनका सदियों का, സദിയോം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ, റിശ്ത ബന്ധം, വളരെ കാലങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ പ്രദേശങ്ങളിലുള്ളവരെ. അതുകൊണ്ട് ഉസീവത് പൂരി കീമത്ത്, കീമത്ത് പറഞ്ഞാൽ വില, ചുക്കാന ജറൂരി നെഹി, അത് കീമത്ത് ചുക്കാന വില കൊടുക്കുക. അപ്പൊ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അപ്പൊ തന്നെ മുഴുവനും പൈസ ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം അത്രയും നല്ല ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ബർഫീലെ മൗസമേ നിച്ചലെ ഇലാക്കോं की ओर जाते वक्त पुरानी वसूली की जाती है. ഇനി തിരികെ ഇവര് മഞ്ഞൊക്കെ ആയി കഴിഞ്ഞ്, മഞ്ഞ് വീഴ്ച കഴിഞ്ഞാൽ, ആ പ്രദേശം കഴിഞ്ഞാൽ ഇവര് തിരിച്ച് വീണ്ടും ഇതേ പ്രദേശങ്ങൾക്ക് മേയാനായിട്ട് മൃഗങ്ങളെയും കൊണ്ടുപോകുന്ന സമയത്ത് പുരാനി വസൂലി കി ജാതി ഹേ, പഴയ കണക്ക് വസൂലാക്കാറുണ്ട്. അല്ലെങ്കിൽ ആ പൈസ സാധനങ്ങൾ എന്താ ഉള്ളേച്ചാൽ ആ കണക്ക് അവിടെ അവസാനിപ്പിക്കാറുണ്ട്. മസേ കി ബാത് ഹേ കി നഖത് ഉധാർ കെ ആങ്കടെ കഹിൻ ദർജ് നഹി ഹോത്തെ. മസേ കി ബാത്, രസകരമായ ഒരു സംഭവം എന്താണ്? നഖത് ഉദാർ, നഖത് ഉദാർ എന്ന് പറഞ്ഞാൽ റൊക്കം കടം, നഖത് എന്ന് പറഞ്ഞാൽ റൊക്കം, ഉദാർ കടം. അപ്പൊ പറയാണ് കടവും കൊടുക്കലും വാങ്ങൽ നടക്കുന്നുണ്ട്. ആ കൊടുക്കൽ വാങ്ങൽ നടക്കുമ്പോഴുള്ള കടമായിട്ട് കൊടുത്ത സാധനങ്ങളുടെ ആങ്കടെ കഹീൻ ദർജ, ആങ്കടെ കണക്ക്, അവരെത്ര കൊടുത്തു, എന്താ കൊടുത്തത്, അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങുള്ള സമ്പ്രദായത്തിലെ കണക്കൊന്നും എവിടെയും ദർജ് കാരണം അടയാളപ്പെടുത്തുക, എവിടെയും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ആപ്പസി വിശ്വാസ് കെ ദം പർ വർഷോ സേ യഹ് ലേൻ ദേൻ ചൽ രഹാ ഹൈ. എന്തുകൊണ്ടായിരിക്കും? ആപ്പസി വിശ്വാസ്, പരസ്പര വിശ്വാസമുള്ളത് കൊണ്ട്. വർഷവും സേ യഹാ യഹ് ലേൻ ദേൻ ചൽ രഹാ ഹൈ, വർഷങ്ങളായിട്ട് ഈ കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നല്ല വിശ്വാസമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കില്ല ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലെ ഈ കച്ചവട രീതി ഇവിടെ വർഷങ്ങളോളായിട്ട് നടക്കുന്നു. പശുചാരകോं के जत्थे जब गुजर जाते हैं तब गांव की जड़ में बहती गंगा से सटकर बनी सरपीली सड़क पर हलचल बढ़ जाती है. പശുചാരകോं के जत्थे, जत्थे മീൻസ് കൂട്ടം, സംഘം എന്നൊക്കെ പറയും. ജബ് ഗുസർ ജാത്തെ ഹേ, കടന്നു പോവുക, ഗുസർണ കടന്നു പോവുക. ആ വഴി കൂടെ ഇവര് കൂട്ടം കൂട്ടമായിട്ട് നടന്നു പോകുമ്പോൾ തബ് ഗാവ് കി ജഡ്മേ ബഹത്തി ഗംഗ സേ സത്കർ, ഗ്രാമത്തിലെ തീരങ്ങളിലായിട്ട് ഒഴുകി പോകുന്ന ഗംഗയോട് ചേർന്ന്, സത്കർ ചേർന്നിട്ട് ഉള്ള സർപ്പീലി സടക്, സർപ്പാകൃതിയുള്ള വളഞ്ഞു പുളഞ്ഞ റോഡ്, ഹെയർ പിൻ കട്ട് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഈ വയനാട് പ്രദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെയൊക്കെ റോഡുകൾ അങ്ങനെ വളഞ്ഞു പുളഞ്ഞ പർവ്വത പ്രദേശങ്ങളിലൊക്കെ. അങ്ങനെയുള്ള ഈ ചിത്രത്തിൽ കണ്ടാലും മനസ്സിലാവും.
അങ്ങനെയുള്ള റോട്ടിൽ കൂടി ഹൽച്ചൽ ബഡ്ജാത്തി, ഹൽച്ചൽ പറഞ്ഞ കോലാഹലം, ബഹളം നടത്താം. അപ്പൊ ഈ മൃഗങ്ങളായിട്ടും ആടും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ആയിട്ട് കുതിരകളൊക്കെ ആയിട്ട് പോകുന്ന ഈ പശുചാരക്ക് പോകുമ്പോൾ വലിയൊരു ഘോഷയാത്ര പോലെ വേണമെങ്കിൽ പറയാം, അത്രയും തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അത് കൂട്ടം കൂട്ടമായിട്ട് ധാരാളം ഉണ്ടാവും, പോകുന്ന ഒരു കാഴ്ച അവിടെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. बद्रीनाथ, केदारनाथ, गंगोत्री और यमुनोत्री की ओर आने वाले पैदल यात्री धामों के कपाट खुलने से काफी पहले आने लग जाते हैं. ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി ഇതൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ആ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വരുന്ന പൈതൽ യാത്രി, പൈതൽ എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ടാണ് ആൾക്കാർ, അവിടേക്ക് വാഹന സൗകര്യങ്ങൾ ഉണ്ട് എങ്കിലും കുറവാണ്. അപ്പോൾ അധികവും ആൾക്കാർ നടന്നാണ് വരുന്ന ആ യാത്രക്കാരെ, ആ തീർത്ഥാടകരെ ധാമോ കെ കപാട് ഖുൽനേസെ, ധാം എന്ന് പറഞ്ഞാൽ തീർത്ഥാടന കേന്ദ്രം, കപാട് വാതില്, ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വാതിലുകൾ തുറക്കുന്നതിനും കാഫി പെഹലെ, വളരെ മുൻപേ തന്നെ ആനയിലേക്ക് ജാത്തെ, അവിടേക്ക് എത്തിച്ചേരാറുണ്ട്. सुदूर दक्षिण से आने वाले महात्मा कई बार हमारे गांव तक आ जाते हैं. സുദൂർ ദക്ഷിൺ, വളരെ ദൂരെ ദക്ഷിണേന്ത്യയിൽ നിന്നാണ് അവർക്ക് ജനങ്ങൾ പോലും വരാറുണ്ട്. അവരെങ്ങനെ മഹാത്മാ ലോക്, അതായത് മഹാത്മാക്കളായ തീർത്ഥാടകരെ എങ്ങനെ പറയണത്, അത്രയും വലിയ ആൾക്കാരെ ഹമാരെ ഗാവ് തക് ആ ജാത്തെ ഹെ, അവരെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഉനക്കെ ഹാത്ത് മേം എക് താര ഹോത്താ ഹെ, ഈ വരുന്ന തീർത്ഥാടകരെ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഭക്തജനങ്ങൾ എന്നൊക്കെ പറയും, അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? ഏക് താര. ഏക് താര, താർ മീൻസ് കമ്പി നൃത്തം, ഒറ്റ കമ്പി കൊണ്ടുണ്ടാക്കിയ വാദ്യോപകരണം, വീണ എന്നൊക്കെ പറയാം. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെയുള്ള ഒറ്റക്കമ്പി കൊണ്ടുള്ള ആ വാദ്യോപകരണവും കൊണ്ട് അവര് വരും. എന്തിനാ? ഉനിക്ക് സംഗീത് പർ ഭജൻ ഗാത്തെ ഹെ, ആ വീണയൊക്കെ മീട്ടിയിട്ട് ഭജൻ, നാമമൊക്കെ ചൊല്ലിയിട്ടാണ് അവർ വരുന്നത്. बद्रीनाथ और केदारनाथ के मुख्य पुजारी आज भी दक्षिण भारत से नियुक्त होते हैं. നിയുക്ത കർണ പറഞ്ഞാൽ എന്താ, അവിടെ നിയുക്തനാക്കുക, നിയമിക്കുക എന്നൊക്കെ അർത്ഥം. അവിടെ നിയമനം നടത്തുന്നത് അവിടെ ആരാള്? ദക്ഷിണേന്ത്യയിലത്തെ ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പൂജാരികൾ എന്ന് പറയുന്നു. അത് എവിടത്തെ ആൾക്കാരെ? ബദ്രീനാഥിലും കേദാർനാഥിലും ഇപ്പോഴും പൂജിക്കുന്നത് ദക്ഷിണേന്ത്യയിലത്തെ ആൾക്കാർ തന്നെയാണ്, നിയമിച്ചാണ് ഇതിനർത്ഥം. അടുത്ത പാരഗ്രാഫ്. सूरज जब चौकंबा पर्वत के ठीक पीछे से उदय होने लगता है तब जेठ शुरू हो जाता है. सूरज जब चौकंबा पर्वत के ठीक पीछे से, चौकंबा पर्वतത്തിന്റെ പിന്നിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ജേഠ് ശുരു ഹോ ജാതാ ഹെ. ജേഠ് ഒരു മാസമാണ്, അതായത് ശകവർഷത്തിലെ ഒരു മാസമാണ്. അത് മെയ് ജൂൺ ആണ് കാലഘട്ടം വരുന്നത്. നമ്മുടെ മിഥുന മാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഇടവം മിഥുനം മാസങ്ങളിലെയാണ് അത് കണക്കാക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് അവിടെ ആ സമയത്താണ് ഇടവ മിഥുന മാസം ആരംഭിക്കുന്നു. പഹാഡിക്ക് സഡ്കേം ഗാഡിയോ സേ ഭർ ജാതി ഹെ, പർവ്വത പ്രദേശങ്ങളിലെ സഡ്കേം, ആ റോഡുകളിൽ ഗാഡിയോ സേ ധാരാളം വണ്ടികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. अपने घर के छत से जब मैं बद्रीनाथ यात्रा मार्ग की भीड़ देखता हूँ तो भूल जाता हूँ कि महज 2 महीने पहले यह घाटी एकदम शांत थी. अपने घर की छत से, छत പറഞ്ഞാൽ മേൽക്കൂര, ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് നിന്ന് ബദ്രീനാഥ് യാത്രാ മാർഗക്ക് ഭീഡ് ദേക്ക്, ഭീഡ്മ തിരക്ക്, ആ ബദ്രീനാഥിലേക്ക് പോകുന്ന ആൾക്കാരുടെ തിരക്ക്, ആ വഴിയിൽ പോകുന്ന ആൾക്കാരുടെ തിരക്ക് കാണുമ്പോൾ ഭൂൽ ജാത്ത ഹൂം, ഞാൻ ഒരു നിമിഷം മറന്നു പോകുന്നു. എന്താണ്? മഹജ് 2 മഹീനെ പെഹലെ, കേവലം നർത്തം, മഹജ് പറഞ്ഞാൽ സിർഫ് നർത്തം, 2 മാസം മുൻപ് യഹ് ഘാട്ടി എക്ദം ശാന്തി, ഈ പ്രദേശം, ആ തീരം എന്ന് പറയും, ഈ യാത്രാമാർഗം ശാന്തതി, പൂർണ്ണമായും ശാന്തതയുള്ള, അപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ തീർത്ഥാടന സമയമായ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സദിയോ സേ യഹ് ഋതുചക്ര യൂം ഹി ചൽത്താ ആ രഹാ ഹൈ, നൂറ്റാണ്ടുകളായിട്ട് ഈ ഋതുചക്ര, ഈ ഋതുക്കളുടെ മാറ്റം ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിമാലയ അപ്നി ജഗ മൗജൂദ് ഹേ, ഹിമാലയ തൻ്റെ സ്ഥലത്ത്, മൗജൂദ് ഹാജരാവാറ്, സ്ഥിരമായിട്ട് ഹിമാലയം അവിടെ നിൽപ്പുണ്ട്. സൂരജ് മുസ്തേദി സേ അപ്നി യാത്ര കർ രഹാ ഹേ, സൂര്യനാണെങ്കിലോ മുസ്തേദി സേ വേഗത്തിൽ തൻ്റെ യാത്രയും നടത്തിക്കൊള്ളു. അപ്പൊ സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അർത്ഥം. പഞ്ചാചുലി की 5 चोटियों की ओर से जब सूरज प्रकट होता है, പഞ്ചാചുലിയിൽ നിന്ന് 5 കുന്നുകളുടെ പ്രദേശം എന്ന് പറഞ്ഞല്ലോ, ആ പഞ്ചാചുലിയിൽ നിന്ന് സൂര്യൻ പ്രകടമാകുന്ന സമയത്ത്, കാണുന്ന സമയത്ത്
तब मेरे गाँव में ഹട്ട്കമ്പ ദേനെ വാലി ठंड पड़ती है. പഞ്ചാച്ചുലിയുടെ ഭാഗത്തേക്ക് സൂര്യൻ എത്തിക്കഴിയുമ്പോഴേക്കും ഹട്ട്കമ്പ കോച്ചുന്ന എന്നർത്ഥം, എല്ല് കോച്ച എന്നൊക്കെ പറയില്ലേ, അപ്പൊ ശക്തിയായ തണുപ്പ്, തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. സൂരജ് ജബ് ചൗക്കമ്പ കെ ശിഖർ സെ ഉഗ്താ ഹെ. ഇനി ചൗക്കമ്പയിൽ നിന്നാണ് സൂര്യന്റെ ഉദയമെങ്കിലോ തബ് ജേട്ട് കി ഗർമി ചരം പർ ഹോത്തി ഹെ. ആ ഇടവം മിഥുന മാസത്തിലെ നല്ല ചൂടും ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. ചരം എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂർധന്യത്തിൽ പറയാത്ത ഹൈ ആയിട്ടുള്ള അർത്ഥം, വളരെ ചൂട് അനുഭവപ്പെടുന്ന സമയമാണ് അത്. इन दोनों पर्वतों के बीच गड़े नंदा पर्वत के आसपास सूरज की उपस्थिति मेरे गाँव में बसंत के बौराने का प्रतीक होता है. ഈ രണ്ട് പർവ്വത പ്രദേശങ്ങളുടെ ഇടയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന നന്ദാ പർവ്വതത്തിന്റെ അടുത്തേക്ക് സൂര്യൻ എത്തിച്ചേർന്നാൽ, ഉപസ്ഥിതി എന്നാൽ ഹാജരാവുക, സന്നിഹിതനാവുക എന്നർത്ഥം. ഹാജരായാൽ എൻ്റെ ഗ്രാമത്തിൽ വസന്ത് കെ ബൗരാനെ, വസന്തത്തിന്റെ ശോഭ ആരംഭിക്കാൻ തുടങ്ങും എന്നപ്പോ രണ്ട് പർവ്വത പ്രദേശങ്ങളിൽ നന്ദാപർവ്വതത്തിലേക്കാണ് എത്തുമ്പോഴാണ് എന്താ ആരംഭിക്കുന്നത്? വസന്തകാലം ആരംഭിക്കുന്നത്. ചൗക്കമ്പയിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് സൂര്യന് ചൂടും, പഞ്ചാചുലെത്തുമ്പോൾ തണുപ്പുമാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞു. दादी कहती थी जब तक हिमालय रहेगा ऋतुओं का बदलने का उल्लास बना रहेगा. दादी പറഞ്ഞ മുത്തശ്ശി എന്നർത്ഥം. പഴയ ആൾക്കാരെ മുത്തശ്ശിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജബ് തക് ഹിമാലയ രഹേഗ, ഹിമാലയം നിലനിൽക്കുന്നിടത്തോളം കാലം ഋതുവോं के बदलने का उल्लास, ഋതുക്കളുടെ ബദൽന മാറ്റം, ഉല്ലാസ് ബനാ രഹേഗ, ആ മാറ്റം വളരെ ഒരു സന്തോഷത്തിന് അവസരമുണ്ടാക്കും. അപ്പോൾ ഹിമാലയം ഉള്ളിടത്തോളം കാലം ഈ ഋതുചക്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടും തണുപ്പും വസന്തകാലവുമുള്ള വ്യത്യാസങ്ങൾ കാലാവസ്ഥയിലുള്ളത് ഈ ഹിമാലയത്തിന്റെ നിലനിൽപ്പിനനുസരിച്ചാണ് എന്ന് എൻ്റെ അമ്മുമ്മ പറഞ്ഞതായിട്ട്, എൻ്റെ മുത്തശ്ശി പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഇതാണ് പാഠഭാഗം. നന്നായിട്ട് വായിക്കണം. വലിയ ക്വസ്റ്റ്യൻ ആൻസറുകളും ഒക്കെ നന്നായിട്ട് വരുന്നതാണ്. അപ്പോൾ സൈഡിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തരാം. അപ്പോൾ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ വായിക്കണം. ഇതിനു പാഠം മൊത്തം 2-3 തവണ നന്നായിട്ട് വായിക്കുക. ഓക്കെ, താങ്ക് യു.